നമസ്കാരം. സഹപാഠിയുടെ +2 ഫിസിക്സ് റിവിഷൻ സീരീസിൻ്റെ മൂന്നാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ് എന്ന് പറയുന്ന ഫസ്റ്റ് പാഠമാണ് പഠിച്ചത്. ഇന്ന് നമുക്ക് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് എന്ന് പറയുന്ന പാഠം നോക്കാം. ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് എന്താണ് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി. എല്ലാ ചാർജുകൾക്ക് ചുറ്റും ഇലക്ട്രിക് ഫീൽഡുകൾ ഉണ്ടാകുന്നുണ്ട്. ഈ ഇലക്ട്രിക് ഫീൽഡുകളാണ് മറ്റ് ചാർജുകളിൽ ഫോഴ്സ് കൊടുക്കാനായിട്ട് ഒരു ചാർജിനെ സഹായിക്കുന്നത്. അപ്പോൾ ഒരു ഇലക്ട്രിക് ഫീൽഡിലൂടെ ഒരു ചാർജ് മൂവ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും അതിന് കുറച്ച് എനർജി ആവശ്യമാണ്. ആ എനർജിയാണ് ശരിക്കും നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ നമ്മളൊരു ഇലക്ട്രിക് ഫീൽഡിനുള്ളിലൂടെ ഒരു ചാർജിനെ മൂവ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ ഞാൻ ഒരു വർക്ക് ചെയ്യേണ്ടി വരും. എൻ്റെ കയ്യിൽ നിന്ന് ചിലവാകുന്ന ആ ഒരു വർക്കാണ് ശരിക്കും അവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് മാറുന്നത്. ഏറ്റവും സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ വെച്ച് ആലോചിച്ചാൽ നമ്മളൊരു തറയിൽ കിടക്കുന്ന ഒരു സാധനത്തിനെ എടുത്തുയർത്തി ഒരു പ്രത്യേക ഉയരത്തിൽ കൊണ്ട് വയ്ക്കണമെങ്കിൽ ഗ്രാവിറ്റിക്കെതിരായിട്ട് ഞാനൊരു വർക്ക് ചെയ്യേണ്ടി വരും. അത് എൻ്റെ എനർജി ഉപയോഗിച്ച് ഞാൻ ചെയ്യുന്നതാണ്. അപ്പോൾ എൻ്റെ എനർജി ചിലവാക്കിക്കൊണ്ട് ഞാൻ മറ്റൊരു വസ്തുവിന് ഒരു പൊട്ടൻഷ്യൽ എനർജി നൽകുകയാണ്. അപ്പോൾ ഇവിടെ ചാർജുകളുടെ കേസിൽ ഈ ഒരു ഗ്രാവിറ്റിക്ക് പകരം ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നൊരു മേഖലയാണുള്ളത്. ആ ഇലക്ട്രിക് ഫീൽഡിനകത്തുകൂടി ഞാൻ ഒരു വസ്തുവിനെ മൂവ് ചെയ്യാൻ ശ്രമിച്ചാൽ ഇലക്ട്രിക് ഫീൽഡ് ആ മോഷനെ എതിർക്കും. ആ എതിർപ്പിനെ അവഗണിച്ചുകൊണ്ട് ഞാൻ കൂടുതൽ എനർജി കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ എക്സ്ട്രാ ഒരു വർക്ക് ചെയ്തുകൊണ്ട് ഞാൻ ആ ചാർജിനെ മൂവ് ചെയ്യിപ്പിച്ച് ഒരു പോയിന്റിൽ നിന്ന് വേറൊരു പോയിന്റിലേക്ക് കൊണ്ടെത്തിക്കുകയാണ്. എ മുതൽ ബി വരെ ഞാൻ ഒരു ചാർജിനെ മൂവ് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ ഞാൻ അവിടെ ഒരു വർക്ക് ചെയ്തതായിട്ട് നമുക്ക് പറയാൻ പറ്റും. ഈ വർക്ക് തന്നെയാണ് ഞാൻ ആ ചാർജിൽ ചെയ്തിട്ടുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്. വർക്ക് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് ചെയ്താൽ വർക്ക് കിട്ടും. ഒരു ചാർജിനെ മൂവ് ചെയ്യിപ്പിക്കണമെങ്കിൽ, അതുപോലെ ഇലക്ട്രിക് ഫീൽഡിനകത്തോടെ മൂവ് ചെയ്യിപ്പിക്കണമെങ്കിൽ കൂളോം ഫോഴ്സിനെതിരായിട്ടാണ് ഞാൻ വർക്ക് ചെയ്യേണ്ടത്. അപ്പം ഞാൻ കൊടുക്കേണ്ട ഫോഴ്സ്, മിനിമം ഫോഴ്സ് എന്ന് പറയുന്നത് കൂളോം ഫോഴ്സാണ്. പി എന്ന പോയിന്റ് മുതൽ ആർ എന്ന പോയിന്റ് വരെ ഞാനൊരു ചാർജിനെ മൂവ് ചെയ്യിപ്പിക്കാൻ ചെയ്യേണ്ട വർക്ക് എന്ന് പറയുന്നത് ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു മൈനസ് ഇൻ്റഗ്രൽ ആർ ടു പി എഫ് ഡോട്ട് ഡി ആർ എന്ന് പറയുന്ന ഇക്വേഷനാണ്. ഇതിൽ ഞാൻ ഫോഴ്സ് എഫ് ആയിട്ട് എഴുതിയിരിക്കുന്നത് കൂളോം ഫോഴ്സ് ആയിരിക്കും. ആ ഇലക്ട്രിക് ഫീൽഡ് കാരണം കിട്ടുന്ന ഒരു കൂളോം ഫോഴ്സാണത്. അതുപോലെ ഡി ആർ എന്ന് പറയുന്നത് ഞാൻ എത്ര ഡിസ്റ്റൻസ് നീക്കി എന്നുള്ളതാണ്. ഇത് രണ്ട് പോയിന്റുകൾക്കിടയിലുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിക്കാൻ ചെയ്യുന്ന കാര്യമാണ്. ഇനി ഒരു പ്രത്യേക പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ ആ പോയിന്റിൽ മാത്രം എത്ര പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാകും, ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാകുമെന്ന് കണ്ടുപിടിക്കാൻ വേറൊരു ഫോർമുലയുണ്ട്. മൈനസ് ഇൻ്റഗ്രൽ ഇൻഫിനിറ്റി ടു പി എഫ് ഡോട്ട് ഡി ആർ എന്ന് പറയുന്ന ഇക്വേഷൻ യൂസ് ചെയ്യാം. ഇവിടെ മനസ്സിലാവും ഇൻഫിനിറ്റിയിൽ നിന്ന് പി എന്ന് പറയുന്ന ഒരു പോയിന്റിലേക്ക് ഞാൻ ഒരു ചാർജിനെ കൊണ്ടുവരാൻ എത്ര വർക്ക് എടുക്കണം എന്നുള്ളതിൻ്റെ ഒരു അളവിനെയാണ് നമ്മളെന്ന് പറയുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി അറ്റ് എ പോയിന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതേണ്ടത്. ഇനി അടുത്തൊരു ടേമാണ് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ. ഒരു യൂണിറ്റ് ചാർജിനെ, അതായത് 1 കൂളോം ചാർജിനെ ഞാൻ ഒരു പോയിന്റിൽ നിന്ന് വേറൊരു പോയിന്റിലേക്ക് മൂവ് ചെയ്യാൻ എത്ര എനർജി ചിലവാക്കണം അല്ലെങ്കിൽ എത്ര വർക്ക് ഞാൻ ചെയ്യേണ്ടതുണ്ട് എന്നുള്ള അളവിനെയാണ് നമുക്ക് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇത് നമ്മൾ ക്യാപിറ്റൽ വി കൊണ്ട് സൂചിപ്പിക്കാറുണ്ട്. ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യലിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് വോൾട്ടാണ്, അല്ലെങ്കിൽ ജൂൾ പെർ കൂളം എന്ന് നമ്മൾ എഴുതാറുണ്ട്. അതായത് ഇതിൻ്റെ ഇക്വേഷൻ വരുന്നത് വി ഈസ് ഈക്വൽ ടു ഡബ്ല്യു ബൈ ക്യൂ എന്ന് പറയുന്ന ഇക്വേഷനാണ്. ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറയുന്നത് വി ഇസ് ഈക്വൽ ടു മൈനസ് ഇൻ്റഗ്രൽ ഇൻഫിനിറ്റി ടു പി ഇ ഡോട്ട് ഡി ആർ എന്ന് പറയുന്ന ഫോർമുലയാണ്. ഇനി ഒരു പോയിന്റ് ചാർജ് കാരണം ഉണ്ടാകുന്ന ഇലക്ട്രിക് പൊട്ടൻഷ്യലിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാനായിട്ട് ഒരു ഡെറിവേഷൻ ഉണ്ട്, ചെറിയ ഡെറിവേഷനാണ്. ഇവിടെ ഒരു മെയിൻ ആയിട്ടുള്ളൊരു ചാർജ് ഉണ്ട്, ക്യൂ എന്ന് പറയുന്ന അളവുള്ള ഒരു ചാർജ് അവിടെ ഇരിക്കുകയാണ്. ആ ചാർജിനടുത്തേക്ക് ഞാൻ മറ്റൊരു ചാർജിനെ, ഒരു യൂണിറ്റ് ചാർജിനെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. എവിടെ നിന്നാണ്? ഇൻഫിനിറ്റിയിൽ നിന്ന് മൂവ് ചെയ്ത് ക്യൂ എന്ന് പറയുന്ന ചാർജിനടുത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. ഇതിനിടയ്ക്കുള്ള ദൂരത്തിന് നമുക്ക് ആർ എന്ന് പറയുന്ന ഒരു ഡിസ്റ്റൻസ് കൊണ്ട് സൂചിപ്പിക്കാം. ആദ്യം ചെറിയൊരു ഡിസ്റ്റൻസിൽ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എഴുതാൻ ശ്രമിക്കുക. ഇവിടെ വി ഇസ് ഈക്വൽ ടു മൈനസ് ഇൻ്റഗ്രൽ ഇൻഫിനിറ്റി ടു പി ഇ ഡോട്ട് ഡി ആർ ഡാഷ് എന്ന് എഴുതാൻ പറ്റും. നമുക്കറിയാം ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ ഇ ഇസ് ഈക്വൽ ടു 1/4πε0 ക്യൂ ബൈ ആർ ഡാഷ് സ്ക്വയർ എന്ന് പറയുന്ന ഇക്വേഷൻ ആയിരിക്കും. അപ്പോൾ ഇയുടെ സ്ഥാനത്ത് ഈ വാല്യൂ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വി ഇസ് ഈക്വൽ ടു മൈനസ് ഇൻ്റഗ്രൽ ഇൻഫിനിറ്റി ടു ആർ 1/4πε0 ക്യൂ ബൈ ആർ ഡാഷ് സ്ക്വയർ ഇൻറ്റു ഡി ആർ ഡാഷ് എന്ന് വരും. അതിൽ വി ഇസ് ഈക്വൽ ടു മൈനസ് ക്യൂ ബൈ 4πε0 ഇൻറ്റു മൈനസ് 1/r ഡാഷ് എന്നിട്ട് ഇൻ്റഗ്രലിൻ്റെ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ വി ഇസ് ഈക്വൽ ടു മൈനസ് ക്യൂ ബൈ 4πε0 മൈനസ് 1/r മൈനസ് 1/ഇൻഫിനിറ്റി എന്ന് വരും. 1/ഇൻഫിനിറ്റി എന്ന് പറയുന്നത് 0 ആണ്, അത് നമുക്കറിയാം. അപ്പോൾ വി ഇസ് ഈക്വൽ ടു മൈനസ് ക്യൂ ബൈ 4πε0 മൈനസ് 1/r മൈനസ് 0. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ മെയിൻ ഫോർമുലയിൽ വി ഇസ് ഈക്വൽ ടു 1/4πε0 ക്യൂ ബൈ ആർ എന്നുള്ള വാല്യൂ നമുക്ക് കിട്ടും. ഈ ഒരു ഇക്വേഷൻ പറയുന്നത് എന്താണ്? രണ്ട് ചാർജുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ച് പ്രൊപ്പോർഷണലായിട്ട് തന്നെ ഈ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ കുറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് പറയുന്നത്. അതായത് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 ചാർജസ്. ഇനി അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു ഡെറിവേഷനാണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ ഡൈപോൾ.
ഇതിനുവേണ്ടി ഈ ഫിഗർ വരയ്ക്കാൻ അറിഞ്ഞിരിക്കുക. ഒരു ഡൈപോൾ കൺസിഡർ ചെയ്യണം. +q -q ചാർജുകളുള്ള ഒരു ഡൈപോൾ. ഈ ഡൈപോളിൽ നിന്ന് വളരെ അകലെയായിട്ട് P എന്ന് പറയുന്ന ഒരു പോയിന്റ് ഞാൻ എടുക്കുന്നു. -q ചാർജിൽ നിന്ന് R2 എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ആണ് P വരെ ഉള്ളത്. അതുപോലെ Q എന്ന് പറയുന്ന ചാർജിൽ നിന്ന് R1 എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ആണ് നമുക്ക് P വരെ ഉള്ളത്. ഇനി സെൻറ്ററിൽ നിന്ന് ഒരു ലൈന് നമ്മൾ നീട്ടി കണക്ട് ചെയ്യുക. Pയിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ ആ ഡിസ്റ്റൻസ് നമുക്ക് R കൊണ്ട് സൂചിപ്പിക്കാം. ഇവിടെ 2 പൊട്ടൻഷ്യൽ കാണാൻ സാധിക്കും. ഒന്ന് Q എന്ന് പറയുന്ന ചാർജ് കൊണ്ടുണ്ടാകുന്ന പൊട്ടൻഷ്യൽ, 2 -q എന്ന് പറയുന്ന ചാർജ് കാരണം ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ. അപ്പം ടോട്ടൽ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ഒരു സമ്മായിരിക്കും. +q കാരണം ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ V1 ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 1/4πε0 q/r1 എന്ന് പറയുന്ന ഫോർമുല കൊണ്ട് സൂചിപ്പിക്കാൻ പറ്റും. ഇനി അടുത്ത് V2 ആണെങ്കിലോ 1/4πε0 -q/r2 എന്ന് നമുക്ക് എഴുതാം. ടോട്ടൽ പൊട്ടൻഷ്യൽ V = V1 + V2. അപ്പോൾ ഇവിടെ നമുക്ക് V = 1/4πε0 q/r1 + 1/4πε0 -q/r2. ഇതിൽ q/4πε0 കോമൺ ആയിട്ടുള്ള ഒരു ടൈമാണ്. അതുകൊണ്ട് നമുക്ക് അതിനെ പുറത്തെടുത്തിട്ട് ബ്രാക്കറ്റിനകത്ത് 1/r1 - 1/r2 എന്ന് എഴുതാൻ പറ്റും. ഈ ഒരു പോയിന്റിൽ നിങ്ങൾ മനസ്സിൽ വയ്ക്കേണ്ട ഒരു കാര്യമുണ്ട്. 1/r1 - 1/r2 എന്ന് പറയുന്ന ആ ഒരു ടേം ഈ പടത്തിൽ നിന്ന് തന്നെ നമുക്ക് ആ ജോമെട്രിക്കലായിട്ട് കണ്ടുപിടിക്കേണ്ട ഒരു ഫോർമുലയാണ്. അപ്പോൾ തൽക്കാലം അതിന് മെനക്കെടാതെ നിങ്ങൾ ഈ ഒരു വാല്യൂ അങ്ങ് പഠിച്ചു വെച്ചേക്കുക. അതായത് 1/r1 - 1/r2 ഈ ഒരു ഫിഗറിൽ നിന്ന് കണ്ടുപിടിച്ചാൽ 2a cos θ/r² എന്നുള്ള വാല്യൂ നമുക്ക് കിട്ടും. അപ്പോൾ ആ വാല്യൂ അങ്ങനെ അങ്ങ് പഠിച്ചു വെച്ചാൽ ബാക്കി നമുക്ക് പെട്ടെന്ന് ചെയ്തു പോകാം. 1/r1 - 1/r2 = 2a cos θ എന്നുള്ള ഒരു കണ്ടീഷൻ നിങ്ങൾ അറിഞ്ഞിരിക്കുക. എന്നിട്ട് ഈ വാല്യൂ ആണ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച വിയുടെ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ V = q/4πε0 2a cos θ/r² എന്ന് വരും. 2aq എന്ന് പറയുന്ന സാധനം മുകളിലുണ്ട്. അതിന് നമുക്ക് ഡൈപോൾ മൊമെൻ്റ് ആക്കി എഴുതാൻ പറ്റും. അപ്പോൾ V = 1/4πε0 p cos θ/r². ഇവിടെ നമുക്ക് 2 കണ്ടീഷനിലുള്ള പൊട്ടൻഷ്യൽ കാണാൻ പറ്റും. ഒന്നെന്ന് പറയുന്ന ആക്സിയൽ ലൈൻ. നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ ഇതുപോലൊരു ഡെറിവേഷൻ ചെയ്തിരുന്നു. ഇലക്ട്രിക് ഫീൽഡ് അലോങ് ദി ആക്സിയൽ ലൈൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചെയ്തതാണ്. ഇവിടെ നമ്മൾ പൊട്ടൻഷ്യൽ അലോങ് ദി ആക്സിയൽ ലൈൻ എങ്ങനെ കണ്ടുപിടിക്കാം? ആക്സിയൽ ലൈൻ എന്ന് പറയുന്നത് ആ ഒരു ഡൈപോളിൻ്റെ ഒരു ലൈൻ ഉണ്ടല്ലോ, ഡൈപോൾ കണക്ട് ചെയ്യുന്ന ലൈനിൽ എവിടെയെങ്കിലും നമ്മളൊരു ചാർജിനെ വെച്ചാൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളതാണ്. അപ്പോൾ തീറ്റ എന്ന് പറയുന്ന ആംഗിൾ ചെറുതായി നമുക്ക് ആ ഒരു ലൈനിലേക്ക് വരുമ്പോൾ, അതായത് തീറ്റ 0 ആകുന്ന സമയത്ത് ഈ ആക്സിയൽ ലൈനിൽ എവിടെയെങ്കിലും നമുക്കൊരു P എന്ന് പറയുന്ന പോയിന്റ് വയ്ക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ തീറ്റ = 0 എന്ന് പറഞ്ഞ കണ്ടീഷൻ ഇട്ട് കൊടുത്താൽ V = 1/4πε0 p cos 0/r² എന്നാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ V = 1/4πε0 p/r². cos 0 എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ V = 1/4πε0 p/r² എന്ന് വരും. രണ്ടാമതൊരു കണ്ടീഷൻ എന്ന് പറയുന്നത് ഇക്വറ്റോറിയൽ ലൈൻ. 2 ഡൈപോളിൻ്റെയും സെൻട്രൽ നിന്ന് പെർപെൻഡിക്കുലറായിട്ട് ഞാൻ ഒരു ലൈൻ വരച്ചാൽ ആ ലൈനാണ് ഇക്വറ്റോറിയൽ ലൈൻ എന്ന് പറയുന്നത്. അവിടെ ഒരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ തീറ്റയുടെ വാല്യൂ നമുക്ക് അവിടെ 90 ഡിഗ്രി ആകുന്നതായിട്ട് കാണാൻ പറ്റും. നമുക്കറിയാം cos 90 എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ V = 0 എന്ന് നമുക്ക് കിട്ടുന്നതാണ്. ആ 2 കണ്ടീഷനും ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. ഇലക്ട്രിക് ഫീൽഡ് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞതാണ്, ഒന്നിലധികം ചാർജുകൾ ഒരു സ്ഥലത്ത് ഇരുന്ന് കഴിഞ്ഞാൽ ആ എല്ലാ ചാർജുകളുടെയും ഇലക്ട്രിക് ഫീൽഡുകളുടെ ഒരു വെക്റ്റർ സമ്മായിരിക്കും നമുക്ക് നെറ്റ് ഇലക്ട്രിക് ഫീൽഡായിട്ട് കിട്ടുക എന്നുള്ളത്. ഇലക്ട്രിക് പൊട്ടൻഷ്യലിൻ്റെ കേസിൽ നമ്മൾ ആൾജിബ്രായിക് സം എടുത്താൽ മതി. ഒരു കൂട്ടം ചാർജുകൾ ഒരു സ്ഥലത്തിരിപ്പുണ്ടെങ്കിൽ ഇവിടെ ടോട്ടൽ പൊട്ടൻഷ്യൽ നമ്മൾ കണ്ടുപിടിക്കണമെങ്കിൽ ഓരോ പൊട്ടൻഷ്യലിൻ്റെയും ആൾജിബ്രായിക് സം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നെറ്റ് പൊട്ടൻഷ്യൽ എത്രയാണെന്ന് കിട്ടും. ഇനി ഒരു സ്പെറിക്കൽ ഷെല്ല് കാരണം ഉണ്ടാകുന്ന ഇലക്ട്രിക് പൊട്ടൻഷ്യലിൻ്റെ ഇക്വേഷൻസ് എന്തൊക്കെയാണ്? ഒരു ക്യാപിറ്റൽ R റേഡിയസ് ഉള്ള ഒരു സ്ഫിയർ ഞാൻ പരിഗണിച്ചാൽ, അല്ലെങ്കിൽ ഷെല്ല് പരിഗണിച്ചാൽ, ഒരു സ്മോൾ ലെറ്റർ r ഡിസ്റ്റൻസിൽ നമുക്കൊരു വസ്തുവിനെ കൊണ്ടുവച്ചാൽ അല്ലെങ്കിൽ ഒരു ചാർജിനെ വെച്ച് കഴിഞ്ഞാൽ ഈ സ്പെറിക്കൽ ഷെല്ല് കാരണം ആ ചാർജിൽ ഉറപ്പായിട്ട് ഒരു പൊട്ടൻഷ്യൽ ഫീൽ ചെയ്യും. ആ പൊട്ടൻഷ്യൽ എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ആ സ്പെറിക്കൽ ഷെല്ലിൽ എത്ര ചാർജ് ഉണ്ട്, Q എന്ന് പറയുന്ന ചാർജ് ആണെങ്കിൽ r ഡിസ്റ്റൻസിൽ ഇരിക്കുന്ന ഒരു ചാർജിൽ നമുക്ക് കിട്ടുന്ന പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഒരു പോയിന്റ് ചാർജ് കാരണം ഉണ്ടാകുന്ന പൊട്ടൻഷ്യലിന് തുല്യം തന്നെയാണ്. അതായത് 1/4πε0 q/r എന്ന് പറയുന്ന ഫോർമുല. എന്നിട്ട് ഞാൻ ഈ സ്പെറിക്കൽ ഷെല്ലിൻ്റെ സർഫസിൽ ഒരു ചാർജിനെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ എനിക്ക് അവിടെ കിട്ടുന്ന പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? V = 1/4πε0 ഈ ഷെല്ലിൻ്റെ റേഡിയസ് ആയിട്ടുള്ള R ആണ് അവിടെ വരേണ്ടത്. അതിൽ ക്യാപിറ്റൽ R ആണ് നമുക്കവിടെ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ V = 1/4πε0 q/R എന്ന് വരും. അത് സ്പെറിക്കൽ ഷെല്ലിൻ്റെ സർഫസിൽ നമ്മളൊരു ചാർജിനെ കൊണ്ടുവച്ചാൽ ആ ചാർജിന് ഷെല്ല് കാരണം അനുഭവപ്പെടുന്ന ഒരു പൊട്ടൻഷ്യലായിരിക്കും. അപ്പോൾ ഈ സ്പെറിക്കൽ ഷെല്ലിന് അകത്താണ് ഞാൻ ഒരു ചാർജിനെ കൊണ്ടുവയ്ക്കുന്നതെങ്കിലോ കഴിഞ്ഞ പാഠത്തിൽ പറഞ്ഞ ഒരു കാര്യം നമ്മളിവിടെ എടുക്കേണ്ടതുണ്ട്. അതായത് കഴിഞ്ഞ പാഠത്തിൽ പറഞ്ഞിരുന്നു സ്പെറിക്കൽ ഷെല്ലിനുള്ളിൽ ഇലക്ട്രിക് ഫീൽഡ് 0 ആണ്. ഇലക്ട്രിക് ഫീൽഡിൻ്റെ വാല്യൂ 0 ആണെങ്കിൽ പൊട്ടൻഷ്യൽ കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതായത് പ്രത്യേകിച്ച് നമ്മളൊരു വർക്ക് ചെയ്യേണ്ട കാര്യം അവിടെ ഇല്ല എന്നുള്ളതാണ്. ഒരു കോൺസ്റ്റൻ്റ് പൊട്ടൻഷ്യൽ നമുക്ക് സ്പെറിക്കൽ ഷെല്ലിൻ്റെ അകത്ത് കാണാൻ സാധിക്കും. അതായത് സർഫസിൽ എത്ര പൊട്ടൻഷ്യൽ കിട്ടിയോ 1/4πε0 q/R എന്ന് പറഞ്ഞ ഫോർമുല കിട്ടി.
ഈ സർഫസിലെ പൊട്ടൻഷ്യൽ വാല്യൂ തന്നെയായിരിക്കും നമുക്ക് സ്ഫെറിക്കൽ ഷെല്ലിൻ്റെ ഉള്ളിലും കാണാൻ സാധിക്കുന്നത്. ഷെല്ലിൻ്റെ സർഫസ് ചെയ്യുന്ന ഉള്ളിലേക്ക് പോകും തോറും നമുക്ക് ആ ഒരു പൊട്ടൻഷ്യലിൻ്റെ വ്യത്യാസം കാണാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇവിടെ നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു പുതിയ ടേമാണ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസസ്. ഇക്വിപൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ ഈക്വൽ പൊട്ടൻഷ്യലുള്ള സർഫസുകളെയാണ് നമ്മൾ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് എന്ന് പറയുന്നത്. നമ്മൾ ആ ഒരു കോൺസെപ്റ്റ് കറക്റ്റായിട്ട് മനസ്സിലാക്കുക. ഐസ് ഹോക്കിയൊക്കെ നടക്കുന്ന ഒരു മറ്റേ ഐസ് നിറഞ്ഞൊരു ഗ്രൗണ്ട് ഉണ്ടല്ലോ, ഈ ഗ്രൗണ്ടിലൂടെ നമുക്ക് വേണമെങ്കിൽ സ്മൂത്തായിട്ട് സഞ്ചരിക്കാൻ പറ്റും. അതായത് സ്ലിപ്പായിട്ട് അങ്ങ് പോവാം, ഫ്രിക്ഷൻ ഇല്ലാത്ത രീതിയിൽ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും. ചാർജുകളുടെ കേസിൽ ഇങ്ങനെ ഒരു സന്ദർഭം നമ്മളൊന്ന് മുന്നിൽ കാണുക. നമുക്ക് എപ്പോഴാണ് ഒരു ചാർജിൽ ഫോഴ്സ് കിട്ടുന്നത്? ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടെങ്കിൽ ആ ഇലക്ട്രിക് ഫീൽഡിൻ്റെ അതേ ഡയറക്ഷനിലോ അല്ലെങ്കിൽ അതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലോ ഒരു ചാർജിനെ മൂവ് ചെയ്യിപ്പിക്കാനാണ് നമുക്ക് പലപ്പോഴും വർക്ക് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. നമ്മൾ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ചേഞ്ച് ഇല്ലാത്തൊരു കണ്ടീഷൻ ആലോചിക്കുക. ഇലക്ട്രിക് ഫീൽഡിൻ്റെ ചേഞ്ച് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷനിലല്ലാതെ ഞാനൊരു ചാർജിനെ മൂവ് ചെയ്യിപ്പിക്കാൻ ശ്രമിക്കുന്നു. അതായത് ഒരു ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെ പോവുകയാണ്. ഈ ഒരു ഡയറക്ഷനിൽ ഇലക്ട്രിക് ഫീൽഡ് പോകുന്ന സമയത്ത് ഞാൻ ഈ ചാർജിനെ ഇതിന് പെർപെൻഡിക്കുലറായിട്ട് മൂവ് ചെയ്യാൻ ശ്രമിച്ചാൽ ഇലക്ട്രിക് ഫീൽഡ് കാരണം ഉണ്ടാകുന്ന ഫോഴ്സിൻ്റെ ഡയറക്ഷൻ ഒരു ഡയറക്ഷനിലും അതിന് പെർപെൻഡിക്കുലറായിട്ട് ഡിസ്പ്ലേസ്മെൻറ്റ് നടക്കും. ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിലായി കഴിഞ്ഞാൽ നമുക്കവിടെ 0 വർക്കാണ് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ പൊട്ടൻഷ്യലിൻ്റെ വാല്യൂ കോൺസ്റ്റൻ്റ് ആയിരിക്കും. നമുക്ക് പൊട്ടൻഷ്യലിൻ്റെ ഇക്വേഷൻ അറിയാം, V = 1/4πε0 Q/r എന്ന് പറയുന്നത്. R എന്ന് പറയുന്ന സാധനം ചേഞ്ച് ചെയ്തില്ലെങ്കിൽ R എന്ന് പറയുന്നത് മെയിൻ ആയിട്ടുള്ള ചാർജ് എന്നുള്ള ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ ആ ചാർജ് എന്നുള്ള ഡിസ്റ്റൻസ് ചേഞ്ച് ചെയ്യുന്നില്ല എങ്കിൽ നമുക്ക് എപ്പോഴും ഒരു കോൺസ്റ്റൻറ്റ് പൊട്ടൻഷ്യലായിരിക്കും കിട്ടുക. അങ്ങനെയുള്ള എല്ലാ പോയിന്റുകളുടെ ഒരു കളക്ഷൻ നമുക്കൊരു സർഫസ് ആയിട്ട് കിട്ടും. ആ സർഫസിനെയാണ് നമ്മൾ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് എന്ന് പറയുന്നത്. ഈ ഒരു സർഫസിൽ നമ്മൾ ഏതൊരു പോയിന്റ് എടുത്തിട്ട് അവിടെ ഒരു പൊട്ടൻഷ്യൽ കാൽക്കുലേറ്റ് ചെയ്യാൻ ശ്രമിച്ചാലും നമുക്ക് പൊട്ടൻഷ്യലിന് സെയിം വാല്യൂ ആയിരിക്കും കിട്ടുക. അതുപോലെ തന്നെ ഇക്വിപൊട്ടൻഷ്യൽ സർഫസിൻ്റെ പുറത്തുകൂടി നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, വർക്കൊന്നും ചെയ്യാതെ തന്നെ ചാർജുകളെ മൂവ് ചെയ്യിപ്പിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ദൂരം ഒരു പോയിന്റ് ചാർജിനെ മറ്റൊരു ചാർജിന് അടുത്തേക്ക് കൊണ്ടുവരാനായിട്ട് നമ്മൾ വർക്ക് ചെയ്യണം. അതെന്തുകൊണ്ടാണ്? ദൂരം കൂടുതലായിട്ട് നിൽക്കുന്ന ഒരു ചാർജിന് അടുത്ത ഒരു ദൂരത്തിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് നമ്മൾ കൂടുതലായിട്ട് വർക്ക് ചെയ്യേണ്ടി വരുന്നത്. ഇവിടെ നമ്മൾ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് എന്ന് പറയുന്ന ഒരു സർഫസ് ക്രിയേറ്റ് ചെയ്തിട്ട് ആ സർഫസിന് പുറത്തുകൂടി നമുക്ക് ചാർജിനെ വർക്കൊന്നും ചെയ്യാത്ത രീതിയിൽ മൂവ് ചെയ്യിപ്പിക്കാൻ പറ്റും. നമ്മളൊരു പോയിന്റ് ചാർജ് എടുക്കുന്നു. ഈ പോയിന്റ് ചാർജ് കാരണമുള്ള ഇക്വിപൊട്ടൻഷ്യൽ സർഫസുകളുടെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഈ പോയിന്റ് ചാർജിനെ പൊതിഞ്ഞ് വരുന്ന കോൺസെൻട്രിക് ആയിട്ടുള്ള ഒരേ സെൻറ്ററിലുള്ള സ്പിയറുകളായിട്ടാണ്. അപ്പോൾ ആ ഒരു ചാർജിൻ്റെ കേന്ദ്രമാക്കി വെച്ചുകൊണ്ട് സെൻറ്ററാക്കി വെച്ചുകൊണ്ട് നമ്മൾ കുറേ സ്പിയറുകൾ ഇങ്ങനെ പരിഗണിച്ചാൽ ആ എല്ലാ സ്പിയറുകളും എന്ത് തന്നെയാണ്? അവിടുത്തെ ഇക്വിപൊട്ടൻഷ്യൽ സർഫസുകൾ തന്നെയാണ്. ഈ സ്പിയറിന് പുറത്തുകൂടി ഒരു ഉറുമ്പ് നടക്കുന്നതായിട്ട് സങ്കല്പിക്കുക. ആ ഉറുമ്പ് ഒരു ചാർജ് ആണെങ്കിൽ ആ ചാർജിന് കാര്യമായിട്ടുള്ള വർക്കൊന്നും എടുക്കേണ്ടി വരുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇക്വിപൊട്ടൻഷ്യൽ സർഫസിൻ്റെ മറ്റൊരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എല്ലാ ഇക്വിപൊട്ടൻഷ്യൽ സർഫസുകൾക്കും പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് കുറച്ച് പടങ്ങൾ കാണാം. ഓരോ സിറ്റുവേഷനിലും എങ്ങനെയാണ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസുകൾ ഉണ്ടാകുന്നതെന്നാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ പോയിന്റ് ചാർജ് എടുത്തു കഴിഞ്ഞാൽ നമുക്കവിടെ കോൺസെൻട്രിക് ആയിട്ടുള്ള ഒരേ സെൻറ്ററുള്ള കുറേ സ്പിയറുകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ആയിട്ട്. ഇനി അതുപോലെ തന്നെ ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് അല്ലെങ്കിൽ പാരലായിട്ട് പോകുന്ന ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ പെർപെൻഡിക്കുലറായിട്ട് കട്ട് ചെയ്യുന്ന കുറച്ച് പ്ലെയിനുകൾ വരച്ചാൽ മതി. ഇനി ഒരു ഡൈപോൾ എടുത്തു കഴിഞ്ഞാൽ ഡൈപോളിലെ ഇക്വിപൊട്ടൻഷ്യൽ സർഫസുകൾ ഈ നെഗറ്റീവ് ചാർജിന് ചുറ്റും കോൺസെൻട്രിക് ആയിട്ടുള്ള സ്പിയറുകളും പോസിറ്റീവ് ചാർജിന് ചുറ്റും കോൺസെൻട്രിക് ആയിട്ടുള്ള സ്പിയറുകളും നിൽക്കുന്ന രീതിയിൽ നമുക്ക് വരയ്ക്കാൻ സാധിക്കും. അടുത്ത രണ്ട് ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള ചാർജുകൾ, ഒന്നുകിൽ പോസിറ്റീവ് ചാർജ് ആയിരിക്കാം അല്ലെങ്കിൽ നെഗറ്റീവ് ചാർജ് ആയിരിക്കാം. ഏതാണെങ്കിലും രണ്ട് ഒരേപോലത്തെ ചാർജുകൾ അടുത്തടുത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു പടമായിരിക്കും കിട്ടുക. അതിൽ ലാസ്റ്റത്തെ ഒരു ഡിസ്റ്റൻ്റ് ആയിട്ട് പോകുന്ന ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് എന്താണ്? രണ്ട് ചാർജുകളെയും കവർ ചെയ്തുകൊണ്ട് വരുന്ന രീതിയിലാണ് വന്നിരിക്കുന്നതെന്ന് ശ്രദ്ധിക്കുക. ഈ ഒരു രീതിയിൽ നമുക്ക് കുറച്ച് ഡിഫറൻ്റ് ആയിട്ടുള്ള ഇക്വിപൊട്ടൻഷ്യൽ സർഫസുകളുടെ പടങ്ങൾ മനസ്സിൽ ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ എഴുതാൻ പറ്റും. ഇനി അടുത്ത ചെറിയൊരു ഡെറിവേഷനാണ് ഇലക്ട്രിക് ഫീൽഡും പൊട്ടൻഷ്യലും തമ്മിലുള്ള ഒരു ബന്ധം, റിലേഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. ഇവിടെ നമ്മൾ രണ്ട് ഇക്വിപൊട്ടൻഷ്യൽ സർഫസുകൾ പരിഗണിക്കുക. ഒന്ന് അടിയിലുള്ളതും ഒന്ന് മുകളിലുള്ളതുമായിട്ടുള്ള രണ്ട് ഇക്വിപൊട്ടൻഷ്യൽ സർഫസുകൾ പരിഗണിക്കുക. ആ രണ്ട് സർഫസുകളിലും രണ്ട് പോയിന്റുകളുണ്ട്. എ എന്നും ബി എന്ന് പറഞ്ഞ രണ്ട് പോയിന്റ് ഉണ്ട്. ഇലക്ട്രിക് ഫീൽഡ് മുകളിലേക്കാണ്. താഴത്തെ സർഫസിലെ പൊട്ടൻഷ്യൽ വി ആണെങ്കിൽ അതിന് തൊട്ട് മുകളിലുള്ള പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് V-dB ആണ്. ഇവിടെ ബി എന്ന് പറയുന്ന സർഫസിൽ നിന്ന് എ എന്ന് പറയുന്ന താഴത്തെ സർഫസിലേക്ക് ഞാൻ ഒരു ചാർജിനെ മൂവ് ചെയ്യിപ്പിക്കാൻ ശ്രമിച്ചാൽ ഞാൻ ചെയ്യേണ്ട വർക്കാണ് dW = F.dr. നമുക്കറിയാം F.dr എന്ന് പറയുന്നത് FDR cos θ ആണ്. ഇവിടെ ഫോഴ്സ് മുകളിലേക്കും എൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് ചാർജിനെ ഡിസ്പ്ലേസ് ചെയ്ത് താഴേക്കുമാണ്. അപ്പോൾ എൻ്റെ ആംഗിൾ എന്ന് പറയുന്നത് 180 ഡിഗ്രി ആവും. FDR cos 180 = -FDR ആയിട്ട് വരും. നമുക്കൊരു കാര്യം പറയാം, F എന്ന് പറയുന്നത് QE ആണ്. Q എന്ന് പറയുന്നത് ഇവിടെ യൂണിറ്റ് ചാർജ് ആണെങ്കിൽ നമുക്ക് F = E എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ dW = -EDR എന്നുള്ള വാല്യൂ കിട്ടും.
അപ്പോൾ ഒരു പൊട്ടൻഷ്യലിൽ നിന്ന് അടുത്ത പൊട്ടൻഷ്യലിലോട്ട് ഞാൻ വസ്തുവിനെ മൂവ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്, ചാർജിനെ മൂവ് ചെയ്യിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടായിരിക്കും. ആ പൊട്ടൻഷ്യൽ ഡിഫറൻസ് നമുക്ക് എങ്ങനെ എഴുതാം? VA - VB = dV എന്ന് വരും. ഈ dV തന്നെയാണ് അവിടുത്തെ വർക്ക് എന്ന് പറയുന്നത്. നേരത്തെ കണ്ടുപിടിച്ച വർക്ക് എന്ന് പറയുന്നത് -EdR ആണ്. അത് = dV എന്ന് നമുക്ക് എഴുതാം. ഇവിടെ നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ഇക്വേഷൻ കിട്ടും. E = -dV/dR. ഇവിടെ ഈ ഇക്വേഷൻ സൂചിപ്പിക്കുന്നത് എന്താണ്? പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ നമ്മൾ ഡിസ്റ്റൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്നത് ഇലക്ട്രിക് ഫീൽഡാണ്. ഈ ഒരു ഇക്വേഷൻ്റെ തന്നെ മറ്റൊരു രൂപമാണ് നമ്മൾ കുറച്ച് നേരത്തെ പൊട്ടൻഷ്യലിൻ്റെ ഡെഫിനിഷൻ പറഞ്ഞത്. അപ്പോൾ ഇവിടെ നമുക്ക് E = -dV/dR എന്ന് പറയുന്ന ഇക്വേഷൻ കിട്ടി. കഴിഞ്ഞ പാഠം പഠിച്ചപ്പോൾ ഒരു കാര്യം പറഞ്ഞു, ഇലക്ട്രിക് ഫീൽഡിന് ഒരു യൂണിറ്റ് ഉണ്ട്, വോൾട്ട് പെർ മീറ്റർ എന്ന് പറയുന്നത്. dV എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്, അത് വോൾട്ട് എന്ന് പറഞ്ഞ യൂണിറ്റ് കൊണ്ട് സൂചിപ്പിക്കും. അതുപോലെ dR എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് ആണെങ്കിൽ മീറ്റർ കൊണ്ട് സൂചിപ്പിക്കുക. അങ്ങനെയാണെങ്കിൽ വോൾട്ട് പെർ മീറ്റർ ആണ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ മറ്റൊരു യൂണിറ്റ് ആയിട്ട് പറയുന്നത്. ഇനി അടുത്തൊരു ചോദ്യമാണ് ഇലക്ട്രിക് ഡൈപോൾ കാരണമുള്ള പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിക്കുക എന്നുള്ളത്. അതിനുവേണ്ടി നമ്മൾ ഒരു ഇലക്ട്രിക് ഫീൽഡിലിരിക്കുന്ന ഒരു ഡൈപോളിനെ പരിഗണിക്കണം. അവിടെ നമുക്ക് തീറ്റ എന്ന് പറഞ്ഞ ആംഗിളിലാണ് ഈ ഒരു ഡൈപോൾ ഓറിയൻറ്റ് ചെയ്തിരിക്കുന്നതെന്ന് നോക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡൈപോളിൽ ആക്ട് ചെയ്യുന്ന ടോർക്ക് അറിയാം. ടോർക്ക് ടോ = P×E. അങ്ങനെയാണെങ്കിൽ P sin θ നമുക്ക് എഴുതാം. ടോർക്ക് നമുക്കറിയാമെങ്കിൽ ടോർക്ക് ഇൻറ്റു ആംഗിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വർക്ക് കിട്ടും. അങ്ങനെയാണെങ്കിൽ വർക്ക് ഡൺ ബൈ ദി എക്സ്റ്റേണൽ ടോർക്ക് എങ്ങനെ എഴുതാം? dW = ടോ എക്സ്റ്റേണൽ ഇൻറ്റു dθ. അങ്ങനെയാണെങ്കിൽ dW = PE sin θ dθ എന്ന് എഴുതാം. ടോട്ടൽ വർക്ക് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഇൻ്റഗ്രേഷൻ ചെയ്യാം. W = ഇന്റഗ്രൽ θ0 θ1 PE sin θ dθ. ഇവിടെ PE എല്ലാം കോൺസ്റ്റന്റ് ആണ്. sin θയ്ക്കാണ് നമ്മൾ ഇൻ്റഗ്രേഷൻ ചെയ്യേണ്ടത്. sin θ dθയുടെ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് -cos θ ആണ്. ആ -cos θയ്ക്ക് നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുക. W = PE × -cos θ ലിമിറ്റ്സ് θ0 θ1. ലിമിറ്റ് കൊടുക്കുന്ന സമയത്ത് W = PE × -cos θ1 - -cos θ0 എന്ന് വരും. താഴെ W = PE cos θ0 - cos θ1 എന്നൊരു വാല്യൂ നമുക്ക് കിട്ടുന്നുണ്ട്. ഡൈപോളിനെ റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന വർക്കാണ് അവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ Wനെ നമുക്ക് U എന്ന് എഴുതാം. U = PE cos θ0 - cos θ1. ഇനി അതിൽ θ0 എന്ന് പറഞ്ഞ ആംഗിൾ നമുക്ക് π/2 എന്ന് എടുക്കാം. അതായത് ഹൊറിസോണ്ടൽ ഡയറക്ഷനിലാണ് ആ ഡൈപോൾ നേരത്തെ ഇരുന്നതെങ്കിൽ നമുക്ക് ആ ഇക്വേഷനിൽ ചെറിയൊരു വ്യത്യാസം വരും. U = -PE cos θ എന്ന് വരും. അതിന് നമുക്ക് വേണമെങ്കിൽ U = -P.E എന്ന് എഴുതാൻ പറ്റും. അത്രയും സിമിലറുള്ള ഡെറിവേഷൻ കൂടി ഓർത്ത് വെച്ചേക്കുക. ഇനി നമ്മൾ കണ്ടക്ടേഴ്സിൻ്റെ ചില ഇലക്ട്രിക് ഫീൽഡുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള ചില പ്രോപ്പർട്ടീസാണ് പറയാൻ പോകുന്നത്. കണ്ടക്ടർ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? കറണ്ടിനെ ഫ്ലോ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ കണ്ടക്ടറിൻ്റെ ഉള്ളിലുള്ള ഒരു പോയിന്റിൽ നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് കാണാൻ സാധിക്കില്ല എന്നുള്ളതാണ്. നമ്മൾ പുറത്തുനിന്ന് ഒരു ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുകയാണെങ്കിൽ ഈ ഇലക്ട്രിക് ഫീൽഡിനനുസരിച്ച് സ്വയം ഇലക്ട്രോൺസ് പരസ്പരം റീഅറേഞ്ച് ചെയ്തുകൊണ്ട് ഉള്ളിലുള്ള ഇലക്ട്രിക് ഫീൽഡിനെ മൊത്തം ക്യാൻസൽ ചെയ്യുന്ന രീതിയിലേക്ക് അറേഞ്ച് ചെയ്യും. നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡ് ഒരു ഡയറക്ഷനിലേക്ക് ഉണ്ടെങ്കിൽ എക്സാക്ട്ലി ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് രണ്ടും ക്യാൻസൽ ചെയ്ത് പോകുന്നതായിട്ട് കാണാൻ പറ്റും. ഇനി സർഫസിലേക്ക് വന്നാലോ? സർഫസിലേക്ക് വരുമ്പോഴത്തേക്കും ഒരുപാട് ചാർജുകൾ സർഫസിൽ ഇതുപോലെ നിൽക്കുന്നുണ്ട്. പക്ഷേ സർഫസ് കഴിഞ്ഞ് ഈ ഇലക്ട്രോൺസിനെ റീഅറേഞ്ച് ചെയ്യാനായിട്ടുള്ള സ്ഥലമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ സർഫസിലുള്ള ഇലക്ട്രോൺസിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് ആ ഒരു മെറ്റലിൻ്റെ സർഫസിന് പെർപെൻഡിക്കുലറായിട്ട് ഡയറക്റ്റ് ചെയ്തിരിക്കും. അതായത് നമ്മളിപ്പം ഈ പറക്കം തളിയ സിനിമയിൽ ഹരിശ്രീ അശോകൻ ഒരു ട്യൂബിൽ ഇയർക്കിൽ കുത്തിയിരിക്കും. ആ ഇയർക്കിലിനെ ഇലക്ട്രിക് ഫീൽഡായിട്ട് കണ്ടു കഴിഞ്ഞാൽ അതുപോലെയാണ് ഒരു മെറ്റലിൻ്റെ സർഫസിൽ നിന്ന് പെർപെൻഡിക്കുലറായിട്ട് ഇലക്ട്രിക് ഫീൽഡ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ സർഫസിൽ മാത്രമുള്ള ഇലക്ട്രിക് ഫീൽഡിന് നമുക്കൊരു വാല്യൂ പറയാൻ പറ്റും. ആ വാല്യൂ എന്ന് പറയുന്നത് E = σ/ε0. ചാർജ്ഡ് ആയ ഒരു കണ്ടക്ടറിൻ്റെ സർഫസിലെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ വാല്യൂ ആണ് σ/ε0. ഇത് നമ്മളിവിടെ പഠിച്ചതാണ്. കഴിഞ്ഞ പാഠത്തിൽ ഒരു സ്പെറിക്കൽ ഷെല്ലിൻ്റെ സർഫസിലുള്ള ഇലക്ട്രിക് ഫീൽഡിൻ്റെ വാല്യൂ ആണ് ഇപ്പോൾ കണ്ടുപിടിച്ചത്. അപ്പോൾ അതേ വാല്യൂ തന്നെയാണ് ഏതൊരു കണ്ടക്ടർ എടുത്താലും ആ കണ്ടക്ടറിൻ്റെ സർഫസിലുള്ള ഇലക്ട്രിക് ഫീൽഡിൻ്റെ വാല്യൂ ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ കാര്യം പറഞ്ഞു, മെറ്റലിൻ്റെ ഉള്ളിൽ നമുക്കൊരു ഇലക്ട്രിക് ഫീൽഡിൻ്റെ പ്രസൻസ് കാണാൻ സാധിക്കില്ല എന്നുള്ളത്. ഈ ഒരു പ്രോപ്പർട്ടി നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ് എന്നാണ് പറയുന്നത്. ഇതിൻ്റെ ആപ്ലിക്കേഷൻ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഇടിമിന്നലുള്ള സമയങ്ങളിൽ നമുക്ക് കാറിൻ്റെ ഉള്ളിലിരിക്കുന്നത് എപ്പോഴും സേഫ് ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. കണ്ടക്ടറിൻ്റെ ഉള്ളിലേക്ക് ഒരിക്കലും ഇലക്ട്രിക് ഫീൽഡ് വരാത്തത് കൊണ്ട് തന്നെ ലൈറ്റ്നിങ് പോലെയുള്ള സിറ്റുവേഷൻസിൽ നമുക്ക് കുറച്ചുകൂടി സേഫായിട്ട് കാറിനുള്ളിൽ ഇരിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഫാരഡേ കേജിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞിരുന്നു. ഫാരഡേ കേജിനകത്ത് നമുക്ക് ഇലക്ട്രിക്കലി സെൻസിറ്റീവ് ആയിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡ്, മാഗ്നറ്റിക് ഫീൽഡൊക്കെ കടന്നു ചെല്ലാത്ത രീതിയിൽ നമ്മൾ ചില വസ്തുക്കളെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് എപ്പോഴും ഒരു ഫാരഡേ കേജ്, മെറ്റൽ കൊണ്ടുണ്ടാക്കിയ ഒരു കേജിനകത്ത് ഇവയെ സൂക്ഷിക്കുന്നത് നല്ലതാണ്. ഇങ്ങനെയുള്ള ഒരു പ്രൊട്ടക്ഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ്. ഇനി അടുത്ത് നമ്മൾ വളരെ ഡിഫറൻറ്റും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മേഖലയിലേക്ക് കടക്കുകയാണ്, ഡൈഇലക്ട്രിക്സും കപ്പാസിറ്റൻസും.
കറണ്ട് കടത്തിവിടാത്ത വസ്തുക്കൾ നമുക്ക് ചുറ്റുമുണ്ടല്ലേ. അപ്പോൾ ഇത്തരത്തിൽ കറണ്ട് കടത്തിവിടാത്ത വസ്തുക്കളിൽ ചില പ്രത്യേകതകൾ നമുക്ക് കാണാൻ സാധിക്കും. കറണ്ട് കടത്തിവിടാത്ത വസ്തുക്കളെ നമ്മൾ ഡൈ ഇലക്ട്രിക്സ് എന്നാണ് പറയുന്നത്. 2 ടൈപ്പ് ഡൈ ഇലക്ട്രിക് സ്വഭാവമുള്ള വസ്തുക്കളുണ്ട്. ഒന്നെന്ന് പറയുന്നത് നോൺ പോളാർ മോളിക്യൂൾസ് കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഡൈ ഇലക്ട്രിക്സ് ആണ്. രണ്ടെന്ന് പറയുന്നത് പോളാർ മോളിക്യൂൾസ് കൊണ്ടുണ്ടാക്കിയ ഡൈ ഇലക്ട്രിക്സ്. ഒരു മോളിക്യൂൾ എടുത്താൽ നമുക്ക് 2ൽ കൂടുതൽ എലമെന്റ്സ് കാണാൻ സാധിക്കും. ചില ആറ്റങ്ങൾ കൂടുതൽ ഇലക്ട്രോൺസിനെ അട്രാക്ട് ചെയ്ത് വയ്ക്കുന്ന ആറ്റംസ് ഉണ്ടാവും. ചില ആറ്റങ്ങൾ ഇലക്ട്രോൺസിനെ വിട്ടുകൊടുത്തുകൊണ്ട് ഒരു ചെറിയ പോസിറ്റീവ് ചാർജിൽ നിൽക്കുന്ന ആറ്റംസ് ഉണ്ടാകും. അപ്പോൾ ഇത് കാരണം ചില മോളിക്യൂൾസിൽ ഒരറ്റത്ത് പോസിറ്റീവ് ചാർജുകളും മറ്റേ അറ്റത്ത് നെഗറ്റീവ് ചാർജ് ഇങ്ങനെ കൂടി നിൽക്കും. അപ്പോൾ നമുക്ക് ശരിക്കും ഒരു ഡൈപോളിൻ്റെ ഒരു സിറ്റുവേഷനാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഡൈപോൾ പോലെ ഇരിക്കുന്ന ഒരു മോളിക്യൂളായിരിക്കും കാണാൻ പറ്റുന്നത്. ചില മോളിക്യൂൾസിൽ അങ്ങനെയൊന്നുമില്ല. അതായത് പോസിറ്റീവ് ചാർജ് ഇരിക്കുന്നിടത്ത് തന്നെ നെഗറ്റീവ് ചാർജ് വരുന്നതുകൊണ്ട് ഒരു മൊത്തത്തിലൊരു ന്യൂട്രൽ അവസ്ഥയായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും സെപ്പറേറ്റ് ആയിട്ട് കാണപ്പെടുന്ന മോളിക്യൂൾസിനെ നമ്മൾ പോളാർ മോളിക്യൂൾസ് എന്ന് വിളിക്കും. അതായത് പോളുകളുള്ള മോളിക്യൂൾസ്, അതായത് പോസിറ്റീവ് പോളുമുണ്ട് നെഗറ്റീവ് പോളുകളുണ്ട്. അപ്പോൾ ഇതിനൊരു ഡൈപോൾ മൊമെൻ്റ് ഉണ്ടാകും. ആ മോളിക്യൂളിന് തന്നെ സ്വാഭാവികമായിട്ടൊരു ഡൈപോൾ മൊമെൻ്റ് ഉണ്ടാകും. ചില മോളിക്യൂൾസിൽ ഈ പോസിറ്റീവ് ചാർജ് നെഗറ്റീവ് ചാർജ് ഒരു സ്ഥലത്ത് തന്നെ ഇരിക്കുന്നതുകൊണ്ട് ഡൈപോൾ മൊമെൻറ്റിൻ്റെ വാല്യൂ 0 ആയിരിക്കും. അപ്പോൾ ശരിക്കും അവിടെ 2 പോൾസ് ആയിട്ട് നമുക്ക് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് തിരിച്ചറിയാൻ പറ്റില്ല. അവയെ നമ്മൾ നോൺ പോളാർ മോളിക്യൂൾസ് എന്ന് പറയും. നമ്മൾ പോളാർ മോളിക്യൂൾസ് എടുത്താൽ പുറത്തുനിന്ന് ഞാൻ ഒരു ഫീൽഡ് കൊടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഈ ഡൈപോള് ആ ഫീൽഡിനനുസരിച്ച് ഒന്ന് അലൈൻ ചെയ്യാൻ ശ്രമിക്കും. ഇനി നോൺ പോളാർ മോളിക്യൂൾ ആണെങ്കിലോ അതിന് സ്വാഭാവികമായിട്ട് പോസിറ്റീവ് ചാർജ് നെഗറ്റീവ് ചാർജ് ഒരു സ്ഥലത്ത് തന്നെ ഇരിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഡൈപോൾ മൊമെൻ്റ് ഒന്നുമില്ല. പക്ഷെ എന്നാൽ പോലും ഞാൻ പുറത്തുനിന്നൊരു ശക്തമായ ഇലക്ട്രിക് ഫീൽഡ് കൊടുത്താൽ ഇലക്ട്രോൺസ് പതിയെ ഡിസ്ലൊക്കേറ്റ് ആയിക്കൊണ്ട് ഒരു മോളിക്യൂളിൽ ചെറിയൊരു ഡൈപോൾ മൊമെൻറ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടും. അങ്ങനെ പൊളാരിറ്റി വന്ന മോളിക്യൂൾസ് എല്ലാം കൂടി ഒരു പ്രത്യേക രീതിയിൽ അലൈൻ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. പോളാർ മോളിക്യൂൾസിന് എക്സാമ്പിളായിട്ട് പറയുന്നത് HCl, H2O ഒക്കെയാണ്. അതുപോലെ നോൺ പോളാർ മോളിക്യൂളിന് എക്സാമ്പിൾ ഹൈഡ്രജൻ, ഓക്സിജൻ അങ്ങനെയുള്ള ആറ്റങ്ങളാണ്. ഇവിടെ പോളറൈസേഷൻ എന്ന് പറയുന്ന ഒരു ക്വാണ്ടിറ്റി പറ്റി പറയുന്നുണ്ട്. P എന്ന് പറഞ്ഞ അക്ഷരം കൊണ്ട് സൂചിപ്പിക്കും. ഡൈപോൾ മൊമെന്റ് പെർ യൂണിറ്റ് വോളിയത്തിനാണ് നമ്മൾ പോളറൈസേഷൻ എന്ന് പറയുന്ന ക്വാണ്ടിറ്റി കൊണ്ട് സൂചിപ്പിക്കുന്നത്. അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് P = chi E ആണ്. chi E എന്ന് പറയുന്നത് ഇലക്ട്രിക് സസെപ്റ്റിബിലിറ്റി എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആണ്. അത് ഓരോ മെറ്റീരിയലിനനുസരിച്ച് വ്യത്യാസപ്പെടും. E എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡാണ്, നമുക്കറിയാം. ഇനി നമ്മൾ പറയാൻ പോകുന്നത് കപ്പാസിറ്ററുകളെ പറ്റിയാണ്. കപ്പാസിറ്റർ എന്ന് പറയുന്നത് ഇലക്ട്രിക് ചാർജുകളെ സ്റ്റോർ ചെയ്ത് വയ്ക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസാണ്. അപ്പോൾ നിങ്ങൾക്ക് പറയാം ബാറ്ററിയൊക്കെ ചാർജിനെ സ്റ്റോർ ചെയ്യുന്നില്ല എന്ന്. ബാറ്ററി ഒരിക്കലും ചാർജിനെ സ്റ്റോർ ചെയ്യുന്നില്ല, ചാർജിനെ ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ബാറ്ററികൾ ചെയ്യുന്നത്. പക്ഷേ കപ്പാസിറ്റർ ചെയ്യുന്നത് നമ്മൾ പുറത്തുനിന്ന് കുറച്ച് ചാർജുകൾ കൊടുത്താൽ ഈ കപ്പാസിറ്റർ അതിനെ സ്റ്റോർ ചെയ്തിരിക്കും. നമ്മൾ വാട്ടർ ടാങ്ക് കണ്ടിട്ടില്ലേ, നമ്മൾ കിണറ്റിൽ നിന്ന് പമ്പ് ചെയ്ത് കയറ്റുന്ന വെള്ളത്തിനെ സ്റ്റോർ ചെയ്യുക എന്നുള്ളതാണ് വാട്ടർ ടാങ്കിൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. അതുപോലെ നമ്മൾ ബാറ്ററിയിൽ നിന്ന് കുറച്ച് ചാർജുകൾ നൽകിയാൽ ഈ കപ്പാസിറ്റർ ആ ചാർജുകൾ സ്റ്റോർ ചെയ്ത് വച്ചിട്ടുണ്ടാകും. ആവശ്യമുള്ളപ്പോൾ നമ്മൾ വേറെ ഏതെങ്കിലും ഉപകരണത്തിൽ കണക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ചാർജിനെ പെട്ടെന്ന് യൂസ് ചെയ്യുകയും ചെയ്യും. അത്തരത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് കപ്പാസിറ്റർ എന്ന് പറയുന്നത്. കപ്പാസിറ്ററിൻ്റെ സിമ്പലാണ് ഈ കാണുന്നത്. കറക്റ്റായിട്ട് മനസ്സിലാക്കി വെച്ചേക്കുക. കപ്പാസിറ്റർ സിമ്പലിൽ നമ്മൾ നടുക്കൂടെ ഒരു ആരോ ഇട്ട് കഴിഞ്ഞാൽ അതിന് വേരിയബിൾ കപ്പാസിറ്റർ എന്ന് പറയുന്നത്. അതായത് വാല്യൂ മാറ്റാൻ കഴിയുന്ന കപ്പാസിറ്ററുകളുണ്ട്, ഫിക്സഡ് വാല്യൂ ഉള്ള കപ്പാസിറ്ററുകളും ഉണ്ട്. കപ്പാസിറ്ററിൻ്റെ ഈ ചാർജുകളെ സ്റ്റോർ ചെയ്ത് വയ്ക്കാനുള്ള കഴിവിനെയാണ് നമ്മൾ കപ്പാസിറ്റൻസ് എന്ന് പറയുന്ന ക്വാണ്ടിറ്റി കൊണ്ട് സൂചിപ്പിക്കുന്നത്. കപ്പാസിറ്റൻസ് C = Q/V. കപ്പാസിറ്റൻസിൻ്റെ യൂണിറ്റ് ഫാരഡ് എന്ന് പറയുന്ന യൂണിറ്റാണ്. ഫാരഡ് എന്ന് പറയുന്നത് വലിയൊരു യൂണിറ്റ് ആയതുകൊണ്ട് തന്നെ നോർമലി നമ്മൾ കപ്പാസിറ്ററുകളുടെയൊക്കെ മാർക്കിങ്സിൽ ഉപയോഗിക്കുന്ന യൂണിറ്റ് എന്ന് പറയുന്നത് മൈക്രോ ഫാരഡ് അല്ലെങ്കിൽ പൈക്കോ ഫാരഡ് ഒക്കെയാണ്. കപ്പാസിറ്ററിൽ നമുക്ക് പഠിക്കേണ്ട കപ്പാസിറ്റർ എന്ന് പറയുന്നത് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററാണ്. 2 മെറ്റൽ പ്ലേറ്റുകളെ നമ്മളിങ്ങനെ ഫേസ് ടു ഫേസ് ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്കതൊരു കപ്പാസിറ്ററായിട്ട് ആക്ട് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. ഈ 2 പ്ലേറ്റുകൾക്കിടയിൽ കറണ്ട് കടത്തിവിടാത്ത ഏതെങ്കിലും ഒരു വസ്തുവിനെ നമുക്ക് പ്ലേസ് ചെയ്യാം. ഏറ്റവും സിമ്പിളായിട്ട് എയറിനെ യൂസ് ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ ഒരു പേപ്പറോ പ്ലാസ്റ്റിക്കോ അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള മെറ്റീരിയൽ, കറണ്ട് കടത്തിവിടാത്ത ഒരു മെറ്റീരിയലിനെ നമുക്ക് വേണമെങ്കിൽ ഈ 2 മെറ്റൽ പ്ലേറ്റുകൾക്ക് ഇടയിലായിട്ട് വയ്ക്കാൻ പറ്റും. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഒരു ഫോർമുലയുണ്ട്. നമ്മളിവിടെ ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിനെ പരിഗണിക്കുന്നു. 2 മെറ്റൽ ഷീറ്റുകൾ ഞാൻ വെച്ചിട്ടുണ്ട്. 2 മെറ്റൽ ഷീറ്റിൻ്റെയും ഏരിയ എന്ന് പറയുന്നത് സെയിം തന്നെയാണ്. A എന്ന് പറയുന്ന ഏരിയ ഉണ്ട്. 2 മെറ്റലിൻ്റെയും ഇടയിലുള്ള ഗ്യാപ്പ് എന്ന് പറയുന്നത് D എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ആണ്. ഞാൻ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ചാർജുകൾ നിറച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് കാണാൻ സാധിക്കും. ഈ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡാണ്. കാരണം പാരലലായിട്ട് നമ്മൾ പ്ലേറ്റുകൾ വയ്ക്കുമ്പോൾ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡുകളാണ് ഉണ്ടാകുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കപ്പാസിറ്റൻസിൻ്റെ ഇക്വേഷൻ അറിയാം. C = Q/V. ഇവിടെ ചാർജുകൾ ഒരു സർഫസിലാണ്, അല്ലെങ്കിൽ ഈ വരച്ചിരിക്കുന്ന ഒരു ലൈന് പോലെയാണെങ്കിലും ശരിക്കും അത് പ്ലേറ്റുകളാണ്. അപ്പോൾ പ്ലേറ്റിൻ്റെ സർഫസിലാണ് ചാർജുകളെല്ലാം നിറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ചാർജ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് സർഫസ് ചാർജ് ഡെൻസിറ്റി ഉപയോഗിച്ചാണ്.
അങ്ങനെയാണെങ്കിൽ Q is equal to സിഗ്മ എ എന്ന് നമുക്ക് എഴുതാം. കൂടാതെ V എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് കാരണം നമുക്ക് അവിടെ ഉറപ്പായിട്ട് എന്ത് കിട്ടും? ഒരു പൊട്ടൻഷ്യൽ കിട്ടും. അപ്പോൾ അവിടുത്തെ പൊട്ടൻഷ്യൽ V is equal to E into D എന്ന് നമുക്ക് എഴുതാം. ഇങ്ങനെ ഒരു സർഫസിൽ നിന്ന് ഇലക്ട്രിക് ഫീൽഡ് പോകുന്നുണ്ടെങ്കിൽ അവിടുത്തെ ഇക്വേഷൻ സിഗ്മ ബൈ എപ്സിലോൺ 0 ആണെന്ന് നമുക്കറിയാം. V is equal to സിഗ്മ ഡി ബൈ എപ്സിലോൺ 0 എന്ന് കിട്ടും. ഈ വിയുടെയും നേരത്തെ കണ്ടുപിടിച്ച ക്യൂവിൻ്റെ വാല്യൂ എടുത്തിട്ട് നമുക്ക് C എഴുതാം. C is equal to സിഗ്മ എ ഡിവൈഡഡ് ബൈ സിഗ്മ ഡി ബൈ എപ്സിലോൺ 0. ഇതിൽ സിഗ്മ രണ്ടും ക്യാൻസൽ ആയി പോയി. ബാക്കിയുള്ളത് റെസിപ്രോക്കൽ എടുത്ത ശേഷം മൾട്ടിപ്ലൈ ചെയ്താൽ C is equal to എപ്സിലോൺ 0 എ ബൈ ഡി എന്ന് കിട്ടും. ഈ ഒരു ഫോർമുല വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ഇക്വേഷൻ നോക്കിയാൽ മനസ്സിലാവും C is equal to എപ്സിലോൺ 0 എ ബൈ ഡി. ഇതിൽ കപ്പാസിറ്റൻസ് എപ്പോഴൊക്കെ കൂടും. എയുടെ വാല്യൂ നോക്കാം. എ എന്ന് പറയുന്നത് രണ്ട് പ്ലേറ്റുകളുടെയും ഏരിയയാണ്. രണ്ട് പ്ലേറ്റുകളുടെയും വലിപ്പം കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കപ്പാസിറ്റൻസ് കൂട്ടാൻ പറ്റും. താഴെ ഡിവൈഡഡ് ബൈ ഡി എന്ന് പറഞ്ഞ ടേം ഉണ്ട്. അതായത് രണ്ട് പ്ലേറ്റുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസ് കുറയ്ക്കും തോറും നമുക്ക് സിയുടെ വാല്യൂ കൂടുതലായിട്ട് കിട്ടും. ഇവിടെ എപ്സിലോൺ 0 എന്ന് പറഞ്ഞ ടേം ഉണ്ട്. ഈ എപ്സിലോൺ 0 എങ്ങനെയാണ് വ്യത്യാസപ്പെടുന്നത്? രണ്ട് പ്ലേറ്റിനിടയിൽ വാക്യൂം അല്ലെങ്കിൽ എയർ ആണെങ്കിൽ മാത്രമാണ് എപ്സിലോൺ 0 എന്ന് പറയുന്ന വാല്യൂ വരുന്നത്. എന്നാൽ രണ്ട് കപ്പാസിറ്ററുകൾക്കിടയിൽ ഞാനൊരു വേറൊരു മെറ്റീരിയൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്ലാസ്റ്റിക്കോ പേപ്പറോ അങ്ങനെ എന്തെങ്കിലും ഒരു മെറ്റീരിയൽ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്തായിരിക്കും വ്യത്യാസം വരിക? എപ്സിലോൺ 0 ഇൻറ്റു എപ്സിലോൺ ആർ എന്ന് പറഞ്ഞൊരു ടേമാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. എപ്സിലോൺ ആർ എന്ന് പറയുന്നത് എന്താണ്? എപ്സിലോൺ ആർ എന്ന് പറഞ്ഞാൽ റിലേറ്റീവ് പെർമിറ്റിവിറ്റിയാണ്. അല്ലെങ്കിൽ അതിനെ നമ്മൾ വേറൊരു പേരിട്ട് വിളിച്ചിരുന്നു ഡൈ ഇലക്ട്രിക് കോൺസ്റ്റന്റ്. കൂടിയ ഡൈ ഇലക്ട്രിക് കോൺസ്റ്റന്റ് ഉള്ള മെറ്റീരിയൽ വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ കപ്പാസിറ്റൻസ് ഉള്ള കപ്പാസിറ്റേഴ്സ് ഉണ്ടാക്കാൻ സാധിക്കുന്നുള്ളതാണ്. ഇനി അടുത്ത വളരെ പ്രധാനപ്പെട്ട ഏരിയയാണ് കോമ്പിനേഷൻ ഓഫ് കപ്പാസിറ്റേഴ്സ്. ഒരു സർക്യൂട്ടിൽ നമുക്ക് കപ്പാസിറ്റേഴ്സ് പല രീതിയിൽ കണക്ട് ചെയ്യാം. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഇഷ്ടമുള്ള കപ്പാസിറ്റൻസ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് ഒരുപാട് കപ്പാസിറ്ററുകളെ നമുക്ക് പരസ്പരം കണക്ട് ചെയ്യാൻ പറ്റും. രണ്ട് രീതിയിലാണ് പ്രധാനമായിട്ടും കണക്ട് ചെയ്യുന്നത്. ഒന്ന് സീരീസ് കണക്ഷനും മറ്റൊന്ന് പാരലൽ കണക്ഷൻ. ഇതിൽ സീരീസ് കണക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കപ്പാസിറ്ററിൻ്റെ അറ്റത്ത് മറ്റൊരു കപ്പാസിറ്റർ, അതിൻ്റെ അറ്റത്ത് മറ്റൊരു കപ്പാസിറ്റർ തമ്മിൽ കണക്ട് ചെയ്ത് പോകുന്ന രീതിയാണ് സീരീസ് കണക്ഷൻ എന്ന് പറയുന്നത്. പാരലൽ കണക്ഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് കപ്പാസിറ്ററുകളുടെ പോസിറ്റീവ് എൻഡുകളെല്ലാം ഒരുമിച്ച് കണക്ട് ചെയ്യുകയും നെഗറ്റീവ് എൻഡുകളെല്ലാം ഒരുമിച്ച് കണക്ട് ചെയ്യുന്ന ഒരു പ്രത്യേക രീതിയാണ്. ഈ രണ്ട് സിറ്റുവേഷൻസിൽ നമുക്ക് കിട്ടുന്ന റിസൾട്ടിംഗ് കപ്പാസിറ്റർ അല്ലെങ്കിൽ ടോട്ടൽ കപ്പാസിറ്റൻസിൻ്റെ വാല്യൂ വ്യത്യാസപ്പെടും. അതെങ്ങനെയാണ് വ്യത്യാസപ്പെടുന്നതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒരു ഡെറിവേഷനാണ്. പരീക്ഷയെ കൃത്യമായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ആദ്യം നമുക്ക് സീരീസ് കണക്ഷനിൽ രണ്ട് കപ്പാസിറ്ററുകൾ ഇരിക്കുന്ന സമയത്ത് എങ്ങനെയാണ് ടോട്ടൽ കപ്പാസിറ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാൻ സാധിക്കും. ഇവിടെ നമുക്ക് C1 എന്നും C2 എന്ന് പറഞ്ഞ രണ്ട് കപ്പാസിറ്ററുകളുണ്ട്. ആ കപ്പാസിറ്ററിന് ഞാൻ V പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുക്കാൻ കഴിയുന്ന ഒരു ബാറ്ററിയിൽ കണക്ട് ചെയ്തിരിക്കുകയാണ്. C1 എന്ന് പറയുന്ന കപ്പാസിറ്റർ കാരണം അവിടെ ഒരു V1 എന്ന് പറയുന്ന പൊട്ടൻഷ്യൽ യൂസ് ചെയ്യപ്പെടും. ബാക്കിയുള്ള പൊട്ടൻഷ്യലാണ് നമുക്ക് C2 എന്ന് പറയുന്ന കപ്പാസിറ്ററിൽ അവൈലബിൾ ആവുക. അപ്പം V1 എന്നും V2 എന്നും പറയുന്ന രണ്ട് പൊട്ടൻഷ്യലുകൾ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കാണാൻ പറ്റാതെ ഇത് രണ്ടും ഉണ്ടായിരിക്കുന്ന V എന്ന് പറയുന്ന ടോട്ടൽ പൊട്ടൻഷ്യലിൽ നിന്നാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടുത്തെ ടോട്ടൽ പൊട്ടൻഷ്യൽ V is equal to V1 plus V2 ആണെന്ന് എഴുതാം. വോൾട്ടേജ് is equal to ചാർജ് ബൈ കപ്പാസിറ്റൻസ് ആണ്. അങ്ങനെയാണെങ്കിൽ V1 is equal to Q by C1 എന്ന് എഴുതാം. V2 is equal to Q by C2 എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ V is equal to Q by C1 plus Q by C2. അത് ഇക്വേഷൻ 1 ആയിട്ട് എഴുതുക. ഒരു നെറ്റ് കപ്പാസിറ്റൻസ് കൊടുക്കാനായിട്ട് ഒരു കപ്പാസിറ്റർ അവിടെ ഉണ്ടെന്ന് വിചാരിക്കുക. ആ കപ്പാസിറ്റൻസിനെ നമുക്ക് C കൊണ്ട് സൂചിപ്പിച്ചാൽ നമുക്കവിടെ ഒരു ഇക്വേഷൻ എഴുതാൻ പറ്റും. V is equal to Q by C. വോൾട്ടേജ് is equal to ചാർജ് ബൈ കപ്പാസിറ്റൻസ്. അത് നമുക്ക് ഇക്വേഷൻ 2 ആയിട്ട് എടുക്കാം. ഈ ഇക്വേഷൻ 1ഉം ഇക്വേഷൻ 2ഉം സെയിം തന്നെയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ രണ്ട് സൈഡും ഇക്വേറ്റ് ചെയ്തുകൊണ്ട് Q by C is equal to Q by C1 plus Q by C2 എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ മുകളിലത്തെ Q എല്ലാം ക്യാൻസൽ ചെയ്ത് കളഞ്ഞ് ബാക്കി 1 by C is equal to 1 by C1 plus 1 by C2 എന്ന് എഴുതാൻ പറ്റും. ഇതുപോലെ നമ്മൾ എത്ര കപ്പാസിറ്ററുകളെ കണക്ട് ചെയ്താലും നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 1 by C is equal to 1 by C1 plus 1 by C2 plus etc. up to 1 by Cn. ഇനി ഒരേ വാല്യൂ ഉള്ള n കപ്പാസിറ്ററുകളെ ഞാൻ ഇതുപോലെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അവിടുത്തെ വാല്യൂ 1 by C dash is equal to n by C എന്ന് കിട്ടും. C എന്ന് പറയുന്ന ഒരു കപ്പാസിറ്ററിൻ്റെ വാല്യൂ ആണ്. ഇനി നമുക്ക് വേണമെങ്കിൽ C dash is equal to C by n കൊണ്ട് സൂചിപ്പിക്കാം. 1 by C is equal to 1 by C1 plus 1 by C2. ഈ ഇക്വേഷൻ എന്താണ് സൂചിപ്പിക്കുന്നത്? ഞാൻ രണ്ട് കപ്പാസിറ്ററുകളെ ഇതുപോലെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്ന മൊത്തത്തിലുള്ള കപ്പാസിറ്റൻസ് എങ്ങനെയായിരിക്കും? ഞാൻ കൊടുത്ത രണ്ട് കപ്പാസിറ്ററുകളെക്കാട്ടിയും കുറഞ്ഞൊരു വാല്യൂ ആയിരിക്കും ഇനി കിട്ടുക. അതാണ് സീരീസ് കണക്ഷനിൽ കപ്പാസിറ്ററുകൾ കണക്ട് ചെയ്യുമ്പോഴുള്ള പ്രത്യേകത. എനിക്കൊരു ചെറിയ കപ്പാസിറ്റൻസ് മാത്രം മതിയെങ്കിൽ രണ്ട് കപ്പാസിറ്റർ എടുത്തതിന് ശേഷം ഞാൻ അതിനെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്താൽ മതി. ഇനി നമുക്ക് കപ്പാസിറ്ററിൽ പാരലായിട്ട് കണക്ട് ചെയ്ത് നോക്കാം. ഇവിടെ C1 എന്നും C2 എന്ന് പറയുന്ന രണ്ട് കപ്പാസിറ്ററുകൾ ഞാനിത് കണക്ട് ചെയ്തിട്ടുണ്ട്. V എന്ന് പറയുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുക്കാൻ പറ്റുന്ന ഒരു ബാറ്ററിയിൽ കണക്ട് ചെയ്തിരിക്കുകയാണ്.
ഇവിടെ നോക്കുമ്പോഴത്തേക്കും 2 പോയിന്റിലും പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഒക്കെ സെയിം ആണ്. പക്ഷേ ഈ 2 കപ്പാസിറ്ററുകളിലും സെപ്പറേറ്റ് ചാർജുകളായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. കറണ്ട് ഒഴുകുന്ന വഴി 2ആയിട്ട് പിരിഞ്ഞുകൊണ്ട് ചാർജുകൾ 2 കപ്പാസിറ്ററിൽ സെപ്പറേറ്റ് ആയിട്ട് ഫില്ല് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ നമുക്കിവിടെ ചാർജിന് 2 വാല്യൂ കിട്ടും. Q1 എന്നും Q2 എന്നും പറഞ്ഞ 2 വാല്യൂ. പൊട്ടൻഷ്യൽ V തന്നെയാണ്. 2 കപ്പാസിറ്ററിലും പൊട്ടൻഷ്യൽ V എന്ന് പറയുന്ന പൊട്ടൻഷ്യൽ തന്നെ കിട്ടും. അങ്ങനെയാണെങ്കിൽ നമുക്ക് Q എന്ന് പറയുന്ന ചാർജ് എങ്ങനെ കണ്ടുപിടിക്കാം? 2 ചാർജുകളുടെയും സമ്മാണ്. Q1 എന്നും Q2 എന്നും പറയുന്ന 2 ചാർജിൻ്റെയും സമ്മായിരിക്കും Q എന്താണെന്ന് നമുക്കറിയാം. Q = CV ആണ്. അങ്ങനെയാണെങ്കിൽ Q1 = C1V, അതുപോലെ Q2 = C2V. ആ വാല്യൂസ് നമുക്ക് ഇതിൽ കൊടുത്താൽ Q = C1V + C2V എന്ന് എഴുതാം. അത് ഇക്വേഷൻ 1 എന്ന് എടുക്കുക. ഈ 2 കപ്പാസിറ്ററുകളും ചേർന്ന് ഒരു വലിയ കപ്പാസിറ്ററാണ് ഞാൻ സങ്കല്പിക്കുന്നതെങ്കിൽ ആ കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റൻസ് C എന്നെടുത്താൽ നമുക്കിവിടെ എന്ത് കിട്ടും? Q = CV എന്ന് പറഞ്ഞൊരു ഫോർമുല കിട്ടും. അതിനെ ഇക്വേഷൻ 2 എന്നെടുത്തിട്ട് 2 ഇക്വേഷനുകളെയും തമ്മിൽ ഇക്വേറ്റ് ചെയ്താൽ CV = C1V + C2V എന്ന് വരും. അതുപോലെ ആ V എല്ലാം ക്യാൻസൽ ചെയ്താൽ ബാക്കി C = C1 + C2 എന്ന് വരും. N കപ്പാസിറ്ററുകളെ ഞാൻ ഇതുപോലെ പാരലായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ C = C1 + C2 + C3 എക്സെട്ര പ്ലസ് CN എന്ന് നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ ഒരേ വാല്യൂ ഉള്ള ഒരു N കപ്പാസിറ്ററുകളെ ഞാൻ ഇതുപോലെ പാരലായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ കപ്പാസിറ്റൻസിൻ്റെ വാല്യൂ C' = NC എന്ന് വരും. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കപ്പാസിറ്ററുകളെ പാരലായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന നെറ്റ് കപ്പാസിറ്റൻസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും കൂടിയ ഒരു വാല്യൂ ആയിരിക്കും. എല്ലാ കപ്പാസിറ്റൻസ് വാല്യൂകളെയും ആഡ് ചെയ്തുകൊണ്ട് കിട്ടുന്ന ഒരു വാല്യൂ ആയിരിക്കും നമുക്ക് എഫക്റ്റീവ് കപ്പാസിറ്റൻസ് ആയിട്ട് കിട്ടുക. ഇനി അടുത്ത ഈ പാഠത്തിന് പഠിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ഇക്വേഷനാണ് കപ്പാസിറ്ററിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന എനർജിയുടെ ഇക്വേഷൻ. 3 ഇക്വേഷൻസ് പഠിക്കണം. ആ 3 ഇക്വേഷനും ഈ കാണുന്നതാണ്. എനർജി U = Q²/2C. ഇതിനെ വേറെ രീതിയിൽ എഴുതി കഴിഞ്ഞാൽ U = ½ CV² എന്ന് എഴുതാം. അതുപോലെ വേറെ രീതിയിൽ എന്ന് പറഞ്ഞാൽ ½ QV ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് U തന്നെയാണ് കിട്ടുക. അങ്ങനെ 3 ഇക്വേഷൻസ് കറക്റ്റായിട്ട് പഠിച്ചു വെച്ചിരിക്കുക. U = Q²/2C, U = ½ CV², U = ½ QV. അതുപോലെ തന്നെ മറ്റൊരു ക്വാണ്ടിറ്റിയാണ് എനർജി ഡെൻസിറ്റി എന്ന് പറയുന്നത്. എനർജി ഡെൻസിറ്റി = എനർജി സ്റ്റോർഡ് / വോളിയം. U = ½ ε0E² ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എനർജി ഡെൻസിറ്റി കിട്ടും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പാഠത്തിൽ പഠിക്കാനുള്ളത്. ഫോർമുലകളെല്ലാം കറക്റ്റായിട്ട് പഠിക്കുക. പ്രോബ്ലംസ് ഇഷ്ടംപോലെ ചോദിക്കുന്ന ഒരു പാഠമാണ്. അതുപോലെ തന്നെ പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങളുള്ള ഒരു പാഠം ഇതാണ്. കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫുൾ മാർക്കും ഈ ഒരു പാഠത്തിൽ നിന്ന് കിട്ടുമെന്ന് ഉറപ്പിക്കാം. വീണ്ടും രസകരമുള്ള ശാസ്ത്ര വിഷയങ്ങളുമായിട്ട് അടുത്തൊരു വീഡിയോ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.